ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു ഔട്ട്ലൈൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കറക്റ്റായിട്ട് ഔട്ട്ലൈൻ ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് എനിക്കൊന്ന് പനി പിടിച്ചായിരുന്നു, പിന്നെ വേറെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടാൻ സാധിക്കാതെ പോയതാണ്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് ഞാൻ ഓൾറെഡി നമ്മൾ ഈ ഒരു മൂവിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഇമേജ് വലിയ ക്ലാരിറ്റിയുള്ള ഇമേജൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡ്രോയിങ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഒന്നുകൂടെ ചെയ്യുന്നതാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രോയിങ് നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ടും കുറച്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ തവണ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനിയൊരു കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഔട്ട്ലൈൻ എന്തായാലും നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി ചെയ്യാം കേട്ടോ. എന്നിട്ട് അടുത്തൊരു പാർട്ടിൽ നമുക്ക് എന്തായാലും കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തൊരു പാർട്ടിൽ ഷെയ്ഡിങ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്ത് ഷെയ്ഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും ഈ ഡ്രോയിങ് നിങ്ങൾ ചെയ്യുക. നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് കൂടുതലായിട്ട് ചെയ്യണം. അപ്പം ഞാനത് നമ്മൾ ചെയ്യാതിരുന്നതിന് നമ്മൾ ടച്ച് വിട്ടു പോകും. അപ്പോൾ നമുക്ക് വീണ്ടും അത് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്ത് വന്നാലേ നമുക്കും അതിൻ്റെ അകത്തൊരു നല്ല രീതിക്ക് ഒരു ഇമ്പ്രൂവ് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കളർ പെൻസിൽ ഡ്രോയിങ് ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് വീഡിയോസ് ഈ ചാനലിൽ ഉൾപ്പെടുത്താം. അപ്പം ഇങ്ങനെയുള്ള ഡ്രോയിങ് കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെന്തായാലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നൊക്കെ ഡ്രോയിങ്ങൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും.